കൊട്ടണ ചെണ്ടമേളം. മുടിയേറ്റു കലയിലെ മുടിച്ചൂടാമെന്ന് വാരണാട്ട് കുഞ്ചു കുറുപ്പ്. മുടിയേറ്റണ നിമിഷം തൊട്ടേ കുറുപ്പ് സാക്ഷാൽ ഭദ്രകാരി. മരുമകൻ ശങ്കരമാരാരേ പേരെടുത്ത ചെണ്ടക്കാരൻ. മുടിയേറ്റിനമ്മാവനോടൊപ്പം ദാരികൻ കെട്ടിയാടും മരുമകൻ. മരുമകനെ കൊണ്ട് ഓമനപുത്രിക്ക് കുടമുറി നാടു കുറിച്ചു. പട്ടാന്തരം തോറ്റ പെണ്ണിന്റെ ഉള്ളിലെ നാമം ജയിച്ചു ജയിച്ചു കേറി. നാടുവാഴും തമ്പുരാൻ സന്താനമെത്തിക്കാൻ മുടിയേറ്റു നടത്താൻ നിശ്ചയിച്ചു. ആ ചുമതല കുഞ്ചുകുറുപ്പിനെ ഏൽപ്പിച്ചു. 41 നാൾ നീണ്ടു നിൽക്കുന്ന മുടിയേറ്റ് നാട്ടാക്കൻ ഉത്സവമായി തീർന്നു. പന്തലൊരുങ്ങി കൂട്ടൻ തട്ടൊരുങ്ങി കുറുപ്പും മാരാരും വ്രതം തുടങ്ങി. ആവാഹിച്ച് ചെമ്പുകുളത്തിലാക്കി മച്ചറയ്ക്കുള്ളിൽ അടച്ചുപൂട്ടി കലിയാവേശിച്ച് ദാരികനെ കാളി കൊല്ലാതിരിക്കാൻ. വയമ്പുഴക്കാവിലെ മുടിയേറ്റു കാണാൻ വടക്കുന്നും തെക്കുന്നും പുരുഷാരം. 40 നാളും കളികേമമായി 41 കളികാര്യമായി. കരിയുടെ ചതിയാൽ പുലരും മുമ്പേ വാരണാട്ടെ കോഴി കൂകി 3 വട്ടം. നേരം പുലർന്നെന്ന് ഓർത്ത് വാരണാട്ടമ്മ കുളി കഴിഞ്ഞ് മച്ചറവാതിൽ തുറന്നു. ചെമ്പുകുടം ഭേദിച്ച് പുറത്ത് ചാടി കരിയൊരു വയമ്പുഴക്കാവിലെത്തി കുറുപ്പിന്റെ ഉടലിൽ ആവേശിച്ചു. കളി കുറുപ്പെന്ന കാളി എത്തുതിക്കും പൊട്ടുമുച്ചത്തിലറി. കോവിലിക്കും കാലിനും മുന്നിലെത്തിയ ദാരികനാ മരുമകന്റെ കണ്ടം നോക്കി പള്ളിവാഹോണി. പതിവില്ലാത്തൊരു ധൗര്യം കണ്ടു നടുങ്ങി ദാരിക വേഷം കെട്ടിയ മരുമകൻ. കട്ടിൽ നിന്നും ചാടി ഇറങ്ങി അമ്പലക്കുളത്തിലേക്ക് ചാടി. കാളിയുടെ ഇടം കയ്യിൽ ചോരയൊലിക്കും ശിരസ്. സ്വന്തം മരുമകന്റെ ശിരസ്. പിന്നെയെന്നോ ക്ഷേത്രക്കുളത്തിൽ പൊങ്ങി ജീർണിച്ചു തലയറ്റോരുടൽ മാത്രം. ആതിരാക്കാരോ കേട്ടുപോലും കുളക്കരയിൽ ഉയരുന്ന ചെണ്ടമേളം. ആരൊക്കെയോ പിന്നെ കണ്ടുപോലും തലയറ്റൊരുടൽ കൊട്ടും ചെണ്ടമേളം. അടങ്ങാത്ത കലിയുടെ കൈയാൽ നശിച്ചൊരു കലയുടെ ഒടുങ്ങാത്ത ദാനം. കലയുടെ ഒടുങ്ങാത്ത ദാനം.